ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ അഴകിയ രാമുള്ള അനുരാധയുടെ ലുക്ക്, നമ്മുടെ ഭാനുപ്രിയ മാമിൻ്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ക്ലൈമാക്സ് സീനിൽ സൂപ്പർ സീനാണല്ലോ, അപ്പോൾ അതിൻ്റെ ലുക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ള സാരിയും ബ്ലൗസൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ഒരു ഇങ്ങനത്തെ സാരിയാണല്ലോ, അപ്പോൾ അതാണ് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഹെയർ നല്ല രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് സെൻറ്റർ പാർട്ടിഷൻ ചെയ്തിട്ട് ക്ലിപ്പിനിടുന്ന പോലെ രണ്ട് സൈഡ്, അപ്പോൾ പിക്ചറിൽ അങ്ങനെയാണ് ഉള്ളത്. അപ്പം അതുപോലെ ഞാനൊന്ന് ഏകദേശം അതുപോലെയൊക്കെ തന്നെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ ഒന്ന് മുകളിൽ നിന്നൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വലിയ കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ കോണ്ടൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൂക്കിൻ്റെ കാര്യം പറയാൻ വേണ്ടല്ലോ, നമ്മുടെ മൂക്കിൻ്റെ കാര്യം നത്ത് മൂക്കാണല്ലോ, അപ്പോൾ അതൊന്ന് കോണ്ടൂർ ചെയ്യണം. അപ്പോൾ പുള്ളിക്കാരത്തിൻ്റെ മൂക്കൊക്കെ നല്ല നീളമുള്ള മൂക്കാണ്, അപ്പോൾ നമ്മുടെ അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കണ്ണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഭാനുപ്രിയ മാമിൻ്റെ കണ്ണിൻ്റെ കാര്യം ഭയങ്കര വലിയ കണ്ണാണ്, നല്ല എക്സ്പ്രസീവ് ആയിട്ടുള്ള ഐസാണ്. അപ്പം അതുപോലെ ഒന്നും അല്ലെങ്കിൽ നമ്മളൊന്ന് ഈ ഷെഡൊക്കെ വെച്ചൊന്ന് ഒപ്പിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇനി പൊട്ട് വെക്കണം. അപ്പോൾ പൊട്ടിന് കുങ്കുമം എൻ്റെ അടുത്തില്ല, അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം നല്ല രീതിയിലൊന്ന് വലുതാക്കി എഴുതി കൊടുത്തിട്ടുണ്ട്, കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ലേ. പിന്നെ ലിപ്സ്റ്റിക്ക് ന്യൂഡാണ് ആ പിക്ചറിൽ കാണുന്നത്, അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമില്ല, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായത്, അപ്പോൾ ഞാൻ തൂത്ത് കളഞ്ഞു. പിന്നെ കൺമഷി ഞാൻ ലൈറ്റായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് എക്സ്പോസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഒന്നിങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ ലുക്കിലേക്ക് എത്തുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഏകദേശമൊക്കെ നമ്മൾ ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ മൂക്കുത്തിയുടെ ആവശ്യമില്ല, പക്ഷേ ഞാനത് എൻ്റെ അടുത്ത് ഉണ്ടായത് മൂക്കിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ അയച്ചില്ല എന്ന് മാത്രം. ഞാൻ ആ സീനൊന്ന് ചെറുതായിട്ടൊന്ന് അഭിനയിക്കുന്നതുകൊണ്ട് കണ്ടു നോക്കണേ. പോകാൻ പുറപ്പെട്ടതാണ്, പക്ഷേ ഉപേക്ഷിച്ചു പോകാൻ കഴിയുന്നില്ല. ഞാൻ കാട്ടിക്കുട്ടി ഒരുപാട് അബദ്ധങ്ങളുടെ ഫലമാണ് നിനക്ക് സംഭവിച്ചു പോയ ഒരബദ്ധം. അത് തുറന്നു പറയാനുള്ള മനസ്സ് നിനക്കുണ്ടായി. ആ മനസ്സ് കാണാതെ ഞാൻ പോയാൽ ഇത്രയും കാലം കുട്ടിശങ്കരൻ നിന്നെ സ്നേഹിച്ചതിന് എന്താണ് അർത്ഥം? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എല്ലാ പരിശുദ്ധിയോടും കൂടി നീ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. എനിക്കത് മതി. വെറുപ്പിന്റെ അവസാനം എനിക്കിപ്പോ കുട്ടിശങ്കരനോട് സ്നേഹമാണ്. അപ്പോൾ ചെറിയൊരു ശ്രമമുണ്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം, എത്രത്തോളം നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. ടാറ്റാ, ബൈ ബൈ.